അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ, പഴയ കണക്ക് തേടി പോകലല്ല, അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത്. ഇത് സെൽ ഭരണമാണെന്ന് ആരോപിച്ചുകൊണ്ട്, ആരോപണമല്ല, ചില ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. ഇപ്പോഴും നിയമസഭയിൽ 2 നിയമസഭാ സാമാജികർ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നുണ്ട്. കേരള മനസാക്ഷിയോടുള്ള ചോദ്യമായിരുന്നില്ലേ പ്രതിപക്ഷം ചോദിച്ചത്? അഡ്വക്കേറ്റ് കെ സുനിൽകുമാർ. ഡോക്ടർ അരുൺ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചരിത്രം ആരംഭിക്കുന്നത് 2016 2021 അല്ല. അത് ശരിക്കും പറഞ്ഞാൽ കേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് മുതൽ നമുക്ക് കൂട്ടാം. ഒന്നെങ്കിൽ 1956 നവംബർ 1 മുതൽ കൂട്ടിയെടുക്കാം, അല്ലെങ്കിൽ 1957 ഏപ്രിൽ മാസം മുതൽ നമുക്ക് കൂട്ടിയെടുക്കാം. 29 വർഷം ഞങ്ങൾ ഈ സംസ്ഥാനം ഭരിച്ചു. 40 വർഷത്തോളം കോൺഗ്രസ് ഈ സംസ്ഥാനം ഭരിച്ചു. ഈ ഘട്ടത്തിലെല്ലാം പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികളും അതിക്രമങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങ് വീണ്ടും വീണ്ടും ചോദിച്ച ചോദ്യത്തിന് UDFന്റെ പ്രതിനിധിക്ക് മറുപടി ഇല്ലല്ലോ. 9.5 വർഷത്തിനുള്ളിൽ 144 പോലീസുകാരെ സസ്പെൻഷൻ അല്ല, ഡിസ്മിസലാണ്, സർവീസിൽ നിന്ന് പുറത്താക്കി കൂലിപ്പണിക്ക് പൊക്കോ, ജീവിക്കണമെങ്കിൽ വേറെ പണി നോക്കിക്കോ എന്നു പറഞ്ഞ ഗവൺമെന്റിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. നിയമസഭയിൽ മുഖ്യമന്ത്രി ചോദിച്ചല്ലോ, നിങ്ങളുടെ കാലത്ത് നിങ്ങൾ പുറത്താക്കിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ഈ 40 വർഷത്തെ UDFന്റെ ഭരണത്തിൽ പുറത്താക്കിയ ഒരാളുടെ എണ്ണമെങ്കിലും നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പഴയ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നോക്കുകയല്ലാതെ ഒരു മറുപടി പോലും കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ പോലീസുകാർ നടത്തുന്ന അതിക്രമത്തെ, ജനങ്ങളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്ന രീതിയോട് ഞങ്ങൾ ഒരു കാരണവശാലും യോജിക്കുന്നില്ല. ജനമൈത്രി പോലീസ് എന്ന ആശയം മുന്നോട്ട് വെച്ച് പോലീസ് സ്റ്റേഷനുകളെ ജനങ്ങളുടെ സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റി അത് രാജ്യം മുഴുവൻ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരകമാക്കുന്ന തരത്തിലേക്ക് നിരവധി അവാർഡുകൾ മേടിച്ച പോലീസാണ് കേരളത്തിന്റെ പോലീസ്. ആ നിയമത്തിന് വിരുദ്ധമായി, ആ നയത്തിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ മാതൃകാപരമായിട്ടുള്ള നടപടിയെടുക്കും. പുറത്താക്കിയത് 144, 729 പോലീസുകാർക്കെതിരെ ഈ ഗവൺമെന്റ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. 329 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്തുകൊണ്ട് എൻക്വയറി ആരംഭിച്ചു. ആ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയും മറ്റ് എൻക്വയറിയും പൂർത്തീകരിച്ചാൽ അതിൽ ഭൂരിഭാഗം ആളുകളും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, ഒരാൾ കുറ്റം ചെയ്തെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പോൾ പുറത്താക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് പോലീസുകാരുടെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നയം വ്യക്തമാണ്. അതുകൊണ്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച ഏത് അതിക്രമമായാലും ഈ ഗവൺമെന്റ് നടപടി എടുത്തില്ലേ, ആക്ഷൻ എടുത്തില്ലേ? പരാതി കിട്ടുമ്പോ കൃത്യമായി കേസ് രജിസ്റ്റർ ചെയ്യും, ചോദ്യം ചെയ്യും. കുന്നംകുളത്ത് ഈ സുജിത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തത്? നിങ്ങൾ സ്റ്റേഷൻ മാറ്റിക്കൊടുത്തു, 2 ഇൻക്രിമെന്റ് തടഞ്ഞു, ഒരു പ്രൊമോഷൻ തടഞ്ഞു. അത് മതി എന്നൊരു നിലപാട് അഡ്വക്കേറ്റ് കെ സുനിൽകുമാറിനുണ്ടോ? ആ ഇടി കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുമോ അരുൺ? താങ്കളിപ്പോ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ താങ്കൾക്ക് അത് മനസ്സിലാകും. ആദ്യം സ്റ്റേഷൻ മാറ്റി. കാരണം ഒരു സ്റ്റേഷനിൽ നടത്തുന്ന അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന പരിശോധന, പരാതിയുടെ പുറത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ അതാത് സ്റ്റേഷനിൽ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുടർന്നാൽ ആ ഇൻവെസ്റ്റിഗേഷനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മറ്റു സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ട് 2 ഇൻക്രിമെന്റ് ബാർ ചെയ്ത് അന്വേഷണം നടത്തി. ഇപ്പോൾ ഗ്രേവ് മിസ്കോണ്ടക്ട് ആണെന്ന് മനസ്സിലാക്കി അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അരുൺ, ഗ്രേവ് മിസ്കണ്ടക്ട് ആണെന്ന് എപ്പോൾ മനസ്സിലായി? ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലായോ? ഈ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ ഇത് അന്വേഷിച്ച ക്രൈം അസിസ്റ്റന്റ് കമ്മീഷണർ കണ്ടെത്തിയതല്ലേ? അത് ഉന്നത ഉദ്യോഗസ്ഥർ അറിഞ്ഞിരുന്നതല്ലേ? അന്ന് എന്താ സസ്പെൻഡ് ചെയ്യാതെ പോയത്? ഇവിടെ CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു നിയമപ്രശ്നത്തിന്റെ ഭാഗമായി മാസങ്ങളോളം ഈ കേസിന്റെ പ്രൊസീഡിങ്സ് നീണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ട ഒരു ചരിത്രം വിവരാവകാശ കമ്മീഷന്റെ ഒരു കമ്മീഷനും ഇല്ല, സ്റ്റേറ്റ് കമ്മീഷനും ഇല്ല, നാഷണൽ കമ്മീഷനും ഇല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന്റെ ഒടുവിൽ അതും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന്റെ പരിധിയിൽ വരും എന്ന ഉത്തരവ് വന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ കൊടുത്തു. എന്നാൽ ഡോക്ടർ അരുൺ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പോലീസുകാർക്ക് അത് നശിപ്പിച്ച് കളയാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? ഒരു അസംഷനാണ്, ഞാൻ അസംഷനാണ് പറയുന്നത്. ഈ പോലീസുകാർ ആ ദൃശ്യം അങ്ങ് ഓഫ് ചെയ്യുകയോ മറ്റു നശിപ്പിച്ചു കളയുകയോ ചെയ്തിരുന്നെങ്കിലോ? ഈ ക്യാമറ പതിയാത്ത സ്ഥലത്ത് കൊണ്ടുപോയി 45 തവണ ഇടിച്ചു എന്നാണ് ഇന്ന് റോജി എം ജോൺ പറഞ്ഞിരിക്കുന്നത്, പഴയ സിയുടെ മുറിയിൽ. അല്ല ഡോക്ടർ അരുൺ, താങ്കൾ ഇത് പറയരുത്.
റോജി എൻ ജോൺ ഇത്തരത്തിലുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പറയുന്ന വാചകം ആധികാരികമായിട്ട് എടുക്കരുത്. അല്ലല്ല, ക്യാമറ അന്വേഷണത്തിലുണ്ട്. ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ടുള്ള അന്വേഷണ ദൃശ്യം delete ചെയ്യാൻ റിപ്പോർട്ടിൽ അതുണ്ട്. പറ്റില്ലല്ലോ. ദൃശ്യം ക്യാമറ ഉള്ളിടത്തല്ലേ ഇല്ലാത്ത പറ്റൂ. മുകളിലത്തെ സ്ഥലത്തേക്ക് ചൂരലുമായിട്ട് ശശിധരനും ഒപ്പമുള്ള പോലീസുകാരും പോയി എന്ന അന്വേഷണ റിപ്പോർട്ടിലുമുണ്ട് അരുൺ. അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല. വസ്തുതയായിട്ട് തന്നെ അംഗീകരിച്ചൂടെ? ഇല്ല ഒറ്റ മിനിറ്റ്. അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ പരാതിക്കാരുടെ വേർഷൻ, എതിർ കക്ഷികളുടെ വേർഷൻ, സാക്ഷികളായിട്ട് വിസ്തരിക്കുന്നവരുടെ വേർഷൻ എല്ലാം രേഖപ്പെടുത്തും. 1 by 1 ആയിട്ട് പറഞ്ഞത് മുഴുവൻ രേഖപ്പെടുത്തും. അതിനുശേഷമാണ് അന്വേഷണ കമ്മീഷന്റെ ഫൈൻഡിങ് വരുന്നത്. ഈ ഫൈൻഡിങ്ങിൽ ഇതൊന്നുമില്ല. അവിടെ വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ട് ഞാൻ കണ്ടതാണ്. അല്ല, സാധ്യതയുണ്ടെന്നാ. ഇവിടെ ദൃശ്യങ്ങൾ, താങ്കൾ ആദ്യം പറഞ്ഞത് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു എന്നാ. ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി മർദ്ദിച്ചു. അങ്ങ് പറഞ്ഞതുപോലെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല, ദൃശ്യങ്ങൾ പിന്നീട് കൊടുത്തു. പക്ഷേ ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കാൻ ആദ്യം പോക്സോ ഇരയുടെ ബന്ധുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞു, പിന്നീട് മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള പ്രദേശമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞാണ് ദൃശ്യങ്ങൾ കൊടുക്കാതിരുന്നത് എന്നതാണ്. ഡോക്ടർ അരുൺ, ഇതിലിപ്പോ ഒരു ഡിലീഷനും നടത്തേണ്ട കാര്യം ഗവൺമെന്റിനില്ല. ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായി ഒരു ഇത്തരത്തിലുള്ള പോലീസുകാരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാഹചര്യമില്ല. ഞങ്ങൾ തന്നെയല്ലേ ഈ നടപടി എടുക്കുന്നത്. ഈ മറ്റു വിഷയങ്ങൾ എടുത്തപ്പോ പല പരാതി ഉണ്ടല്ലോ. ഏതു പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 144 പോലീസുകാരെ പുറത്തിരുത്തിയ ഞങ്ങൾക്ക് എന്തിന്? ഒറ്റ കാര്യം പറയട്ടെ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അര സെക്കൻഡ് മതി. 10 കേസുകളിൽ പ്രതിയായിട്ടുള്ള കക്ഷിയാണ് ഇതിലെ പരാതിക്കാരൻ. കേസിന്റെ സ്വഭാവം എന്തു ആയിക്കോട്ടെ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു SIയെ ആക്രമിച്ച കേസ് ആൻഡ് കൗണ്ടർ കേസുണ്ട്. ആ ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു, പുറത്തുവിട്ടു, നടപടി സ്വീകരിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും സംരക്ഷിക്കേണ്ട, കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. അതാണ് LDFന്റെ പോലീസ് നയം.